ഗായ്സ്, വെൽക്കം ടു നൈറ്റ് ഡ്രീംസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. ആ കല്യാണത്തിനൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കുട്ടനാട് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് ഈ കഞ്ഞിപ്പാടം വൈശംഭാഗം വഴി പോകാനാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് അച്ഛൻ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം കഞ്ഞിപ്പാടം തൊട്ട് പാടമാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് പാലം കേട്ടോ, കഞ്ഞിപ്പാടം പാലമാണ്. അപ്പം എന്താ പറയുക, മഴക്കാരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ തുടങ്ങി, ഇത്രയും നാളുള്ള വെയിലെല്ലാം പോയിട്ടോ. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ കൈനകരിയിലേക്കാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് നേരെ നല്ല ഫുഡ് കിട്ടുന്നൊരു ഷാപ്പുണ്ട്. അതൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. പേര് ആറ്റുമുഖം എന്നാണ്. ഇടയ്ക്ക് ഞാൻ എൻ്റെ അമ്മയോടൊക്കെ കഥ പറയാൻ എന്തായിരിക്കും കേട്ടോ. അപ്പം എനിക്ക് ചിരി വരും. ഇപ്പൊ പാടെല്ലാം ഒഴിഞ്ഞെടുക്കുകയാണ്. ഇനി പതുക്കെ പതുക്കെ വെള്ളം കയറും. മഴയല്ലേ വരിക. ഞങ്ങളിതേ ആറ്റുമുഖത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇവിടെ നമുക്ക് നേരിട്ട് കണ്ട് ഫുഡ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. കണ്ടല്ലോ ഗൈസ്, ഇവിടെ നിറച്ച് ഡിഷസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയുക, എനിക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ വിചാരിക്കും ഇത് കായലാന്ന്. അല്ല, ഇത് പാടാ കേട്ടോ. അപ്പോൾ ഇത് വെള്ളം കയറ്റി ഇട്ടേക്കുന്നതാ. ഗൈസ്, ഇവിടെ നല്ല അടിപൊളി വൈബാ കേട്ടോ. അപ്പോൾ ദേ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ എന്നെ വിളിക്കുകയായിരുന്നു. ഗൈസ്, അന്നേരം കേട്ടോ ഞങ്ങളൊരു കാഴ്ച ഉണ്ട്. പാമ്പാണോന്ന് അറിയത്തില്ല. കണ്ടില്ലേ നേരത്തെ തല പൊന്തി കിടന്നത്? കണ്ടോ? ഗൈസ്, ഈ കാണുന്നത് ഒരു ചൂണ്ടൻ വള്ള കേട്ടോ. ഇത് നല്ല രീതിയിൽ കവർ ചെയ്ത് സൂക്ഷിച്ചിരിക്കുക. അതിൻ്റെ പേരാണ് നടുഭാഗം ചുണ്ട കേട്ടോ. നമ്മുടെ നെഹ്റുജി ആവേശം കൊണ്ട് ചാടിക്കേറിയ വെള്ളമാണിത്. അപ്പോൾ ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കഞ്ഞിപ്പാടം വഴി തന്നെ കേട്ടോ ഞങ്ങൾ തിരിച്ച് പോകുന്നത്. അപ്പോൾ ഇത് കഞ്ഞിപ്പാടം പാലമാണിത്. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.